ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതേപോലെ തന്നെ സ്നാക്സിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ദേ ഇവിടെ കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 3 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനാവശ്യമായ മാവ് റെഡിയാക്കാനായി 2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി മാവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് പുരട്ടാം. നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുകയോ അല്ലെങ്കിൽ ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കുകയോ ചെയ്യാം. ഒരു അരമണിക്കൂർ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ആവശ്യമായ മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ വിനീഗറാണ്. കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 കപ്പ് സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇനിയെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സഡ് ജാറിലിട്ടിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത ചിക്കൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നൊന്ന് ഇളക്കിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നമുക്ക് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോമോസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ ഓരോ ചുരുക്കുകളായി എടുത്തതിന് ശേഷം എല്ലാം ഇതേപോലെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് സൈഡിലേക്കാണോ ഇതിങ്ങനെ ചെയ്ത് വന്നത് ആ സൈഡിലേക്ക് തന്നെ ഒന്നൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഇതേപോലെ നമുക്ക് ഷേപ്പിൽ കിട്ടും. നമുക്കിങ്ങനെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ മോമോസും നമ്മളിതേ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മോമോസ് റെഡി ആയി കഴിയുമ്പോൾ നല്ലൊരു മണമായിരിക്കും. മോമോസ് വേവിക്കാനായിട്ട് ഞാൻ ഈ തട്ടത്തിലാണ് വെക്കുന്നത്. അപ്പം ഞാൻ ഈ തട്ടത്തിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മോമോസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതി, കാരണം മാവ് മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മോമോസ് എല്ലാം റെഡിയായി കിട്ടും. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മോമോസ് എല്ലാം അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജ്യൂസി ആയിട്ടാണ് നമ്മുടെ മോമോസ് എല്ലാം ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ സൂപ്പർ ടേസ്റ്റി മോമോസ് ചട്നി. ഈ ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും ഇതും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.